അപ്പോൾ അത് നല്ലൊരു കാര്യമൊന്നുമല്ല. പ്രൈവറ്റ് ബസ്സിൽ പ്രശ്നം ഉണ്ടാക്കൂലേ? നമ്മളെ പേരിലുണ്ടല്ലോ ഗേൾസ്, അപ്പോൾ അവർക്ക് ഉപകാരമില്ല. അങ്ങനെ അഭിപ്രായമൊന്നുമില്ല. അവർക്ക് എങ്ങനെ കിട്ടിയാലും അവർക്ക് കാലുവണ്ടി കിട്ടിയാലും കയറി പോണ ടീമാണ്. നമുക്കത് പറ്റില്ല. ഒരു മണിക്കൂറെങ്കിലും ചുരുങ്ങിയത് വേണം യാത്ര, അല്ലാതെ ഒരു 15-20 മിനിറ്റ്. സ്ത്രീകൾക്ക് ആദ്യം കൊടുക്കുക, എന്നിട്ട് ഓക്കെ ആണെങ്കിൽ നമുക്ക് പുരുഷന്മാർക്ക് ആക്കാം. വിദ്യാർത്ഥികൾക്കും വേണമെന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ. സ്ത്രീകൾക്ക് എന്ന് പറഞ്ഞിട്ട് ശരിക്കും ജെൻഡർ ഇക്വാലിറ്റി ഒക്കെ പറയുന്ന ഈ ഒരു കാലത്ത് ശരിക്കും സ്ത്രീകൾക്ക് കൊടുക്കുന്നതിനോട് പൂർണ്ണമായിട്ട് യോജിക്കാൻ പറ്റില്ല. മലപ്പുറത്ത് എറണാകുളത്തും ഇല്ലാച്ചാൽ പിന്നെ എവിടെ ഉണ്ടാവാൻ പാടില്ല. സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര പ്രഖ്യാപിച്ച സർക്കാർ തീരുമാനം ഇന്ന് സമൂഹത്തിൽ വലിയ ചർച്ചയാവുകയാണ്. ചില സ്ത്രീകൾക്ക് ഇത് വലിയ സഹായമായിട്ടും മറ്റു ചിലർ ഇതിനെ എതിർക്കുകയും ചെയ്യുന്നു. ഈ വിഷയത്തെക്കുറിച്ച് ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് ജനങ്ങളോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. ഇനി ജനം പറയട്ടെ. KSRTC ബസ്സിലെ സൗജന്യ യാത്ര നൽകുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? അപ്പോൾ അത് നല്ലൊരു കാര്യമൊന്നുമല്ല. പ്രൈവറ്റ് ബസ്സിൽ പ്രശ്നം ഉണ്ടാക്കൂലേ? അങ്ങനെ ചിന്ത കണ്ട്, പക്ഷെ സ്ത്രീകൾക്ക് കൊടുക്കാൻ കഴിയില്ല. അത് സ്ത്രീകൾക്ക് മാത്രം കൊടുക്കുന്നതിനോട് യോജിപ്പില്ല. പുരുഷന്മാർക്ക് കൊടുക്കും. ഈ അസുഖമുള്ള രോഗികൾക്ക് അങ്ങനെയൊക്കെ കൊടുത്തിട്ട് വിദ്യാർത്ഥികൾക്ക് കൊടുത്തിട്ട് നല്ലൊരു കാര്യമാണ്. അല്ലാതെ അതിന് അനുഭവിക്കാൻ നമുക്കൊന്നും കഴിയില്ല. ഈ മലപ്പുറത്ത് എറണാകുളത്തും ഇല്ലാന്ന് പറയുന്നുണ്ടല്ലോ, അതിനെ കുറിച്ച് ഇത് തീരെ ശരിയല്ല. എല്ലായിടത്തും ഒരേ മഴ വേണ്ട. മലപ്പുറത്തും യോജിക്കാൻ കഴിയില്ല. നമ്മളെ അഭിപ്രായം സ്ത്രീകൾക്ക് സൗജന്യ യാത്ര വരുന്നുണ്ടല്ലോ, അതിനെ കുറിച്ചിട്ട് എന്താ പറയാനുള്ളത്? വലിയ പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. നല്ല നടക്കട്ടെ. അപ്പോ ഈ ബോയ്സിനും അത് വേണമെന്നുള്ള ഒരു അഭിപ്രായമൊന്നുമില്ല. അല്ല, നമ്മളെ നാട്ടിലുണ്ടല്ലോ ഗേൾസ്, അല്ല നമ്മളെ പേരിലുണ്ടല്ലോ ഗേൾസ്, അപ്പോൾ അവർക്ക് ഉപകാരമില്ല. എന്താ നല്ല നടക്കട്ടെ. അത് നടപ്പിലാവുമെന്ന് തോന്നുന്നുണ്ടോ സർക്കാർ കൊണ്ടുവന്ന്? ഇതുവരെ കണ്ടുവച്ചിട്ട് നടപ്പിലാവുന്നതാണ്. അപ്പോൾ മലപ്പുറത്ത് എറണാകുളത്തും ഈ പദ്ധതി വരുന്നില്ല എന്നുള്ളൊരു ന്യൂസ് വന്നിരുന്നല്ലോ, അതിനെ കുറിച്ചിട്ട് അങ്ങനെ ഉണ്ട്, അതിനെ കുറിച്ചിട്ട് എന്താ പറയാനുള്ളത്? അറിയില്ല. ഞാൻ പാലക്കാടുള്ളതാണ്. ഞാൻ 10ാം ക്ലാസ്സിലാണ്. എനിക്കറിയില്ല, ഞാനതിനെ കുറിച്ച് ശ്രദ്ധിച്ചില്ല. അങ്ങനെ വരുന്നുള്ളൊരു ന്യൂസ് നമുക്കറിയുള്ളൂ. അല്ല, അപ്പോൾ ഈ എറണാകുളത്തും മലപ്പുറത്തും അത് വരുന്നില്ല എന്നുള്ളൊരു ഇതുണ്ടല്ലോ, ന്യൂസ് വന്നിരുന്നല്ലോ, അതിനെ കുറിച്ചിട്ട് എന്താ പറയാനുള്ളത്? അവിടെ ഉണ്ടെങ്കിൽ എന്താ ഇവിടെ എന്താ ഇവിടെ അത് നടപ്പിലാവുന്ന തോന്നുന്നുണ്ടോ? അതെന്താ അത് തോന്നുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും കാരണം ഉണ്ടാവുമല്ലോ. മലപ്പുറത്തും എറണാകുളത്തും ഇല്ലാന്ന് കുറച്ച് ധനികരായ കൊണ്ട് തോന്നുന്നു സർക്കാർ ഇവിടെ മാത്രം കൊടുക്കാത്തത്. അതോ അല്ലെങ്കിൽ ഇവിടെ പോപ്പുലേഷൻ കൂടുതലായിരിക്കും. കാരണം സ്ത്രീകൾക്കാണല്ലോ ഇവിടെ കേരളത്തിലെ ഗൾഫാണല്ലോ ഇവിടെ. അല്ല, ഇങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ടെങ്കിൽ പ്രൈവറ്റ് ബസ്സിന് അത് നഷ്ടം വരും. പിന്നെ നന്നായിട്ട് വരും. കാരണം അധികം യാത്രക്കാരും ലേഡീസ് അല്ലേ. ഏറ്റവും കൂടുതൽ ദൂരത്ത് യാത്ര ചെയ്യുന്നത് ലേഡീസ്. സർക്കാർ ഇത് നടപ്പിലാക്കുമോ? ഉറപ്പില്ല, കണ്ടറിയാം. എന്തായാലും കണ്ടറിയാം. ഇപ്പൊ കേറിയല്ലേ ചാൻസ് എടുക്കുന്നേ. നടപ്പിലാക്കോ? നടക്കും നടക്കാതിരിക്കും എന്ത് സംഭവം. നമ്മള് KSRTC പോവില്ല. അല്ല, ഇപ്പോൾ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയാണ്, അപ്പോൾ ബോയ്സിനും അതുപോലെ ഒരു ഇത് വേണമെന്നുള്ള എന്തെങ്കിലും അഭിപ്രായം? അങ്ങനെ അഭിപ്രായമൊന്നുമില്ല. അവർക്ക് എങ്ങനെ കിട്ടിയാലും അവർക്ക് കാലുവണ്ടി കിട്ടിയാലും കയറി പോണ ടീമാണ്. നമുക്കത് പറ്റില്ലല്ലോ. ഈ സൗജന്യ യാത്ര വരുന്നതിനെ കുറിച്ചിട്ട് എന്താ പറയുന്നത്? എന്നാലും എന്തെങ്കിലുമൊക്കെ അഭിപ്രായം ഉണ്ടാവുമല്ലോ. നല്ലതാണ്. ബോയ്സിനും അതുപോലെ വരണം എന്നുള്ളൊരു അഭിപ്രായം എല്ലാവർക്കും നല്ലതല്ലേ? അല്ല, ഇപ്പോൾ ഈ എറണാകുളത്തും മലപ്പുറത്തും അങ്ങനെ ഒരു പദ്ധതി വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അതിനെ കുറിച്ചിട്ട് എന്താ പറയാ? അല്ല, ചില ഡിസ്ട്രിക്റ്റിൽ മാത്രം ഉണ്ടായിട്ട് ചിലതിൽ ഉണ്ടാവാതിരിക്കുന്നത് തെറ്റല്ലേ? ഇങ്ങനെ ഒരു പദ്ധതി വരുന്നതുകൊണ്ട് ഈ പ്രൈവറ്റ് ബസ്സിനൊക്കെ എന്തെങ്കിലും നഷ്ടം വരുന്നു? അത് അവർക്ക് മിക്കവാറും കുറയുമല്ലോ, ആൾക്കാർ പോകുന്നത്. KSRTC ബസ്സിൽ സൗജന്യ യാത്ര വരുന്നുണ്ടല്ലോ, അതിനെ കുറിച്ചിട്ട് എന്താ പറയാനുള്ളത്? നഷ്ടമല്ലേ പറയാനുണ്ട്. അങ്ങനെ പറയാനുണ്ട്. അല്ല, സ്ത്രീകൾക്ക് അത് വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് ഉപകാരം? നല്ല തന്നെയാണ്. ദൂരയാത്രക്കൊക്കെ പോകുമ്പോൾ സുഖമല്ലേ? അല്ല, അപ്പോൾ ഈ മലപ്പുറത്തും കേരളത്തിലും മലപ്പുറത്തും എറണാകുളത്തും അത് വരുന്നില്ല എന്നുള്ളൊരു ന്യൂസ് കേട്ടിരുന്നു, അതിനെ കുറിച്ചിട്ട് എന്തെങ്കിലും എല്ലാവർക്കും കൊടുക്കണ്ടേ? സർക്കാർ നടപ്പിലാക്കും തോന്നുന്നുണ്ടോ? ഈ സ്ത്രീകൾക്ക് നൽകണോണ്ട് തന്നെ
ബോയ്സിനും അതുപോലെ വേണമെന്നുള്ളൊരു അഭിപ്രായം ഉണ്ട് നിങ്ങൾക്ക്? രണ്ട് കൂട്ടർക്കും വേണം. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നടപ്പിലാക്കിയിരുന്നല്ലോ, അതിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്താ പറയാ? അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് 1 മണിക്കൂറെങ്കിലും ചുരുങ്ങിയത് വേണം യാത്ര. അല്ലാതെ ഒരു 15-20 മിനിറ്റ് ഒന്നും കിട്ടില്ല. 10, 12 15 രൂപയുടെ ഇത് കിട്ടിയിട്ട് കാര്യമില്ല, മിനിമം കിട്ടിയിട്ട് കാര്യമില്ല. 1 മണിക്കൂർ യാത്ര, അതായത് 70 കിലോമീറ്റർ കിട്ടണം, എന്നാലേ കാര്യമുള്ളൂ, അല്ലെങ്കിൽ ഇത് ആവശ്യമില്ല. സ്ത്രീകൾക്ക് മാത്രം നടപ്പിലാക്കിയതുകൊണ്ട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? കുഴപ്പമില്ല, എന്നാലും ഒരു ആണും പെണ്ണുണ്ടെങ്കിൽ ഒരാൾക്ക് കിട്ടുമല്ലോ, പകുതി കിട്ടുമല്ലോ. ബോയ്സിനും വേണമെന്നുള്ളൊരു അഭിപ്രായമില്ല? അങ്ങനെ തരികയാണെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെ ഇപ്പൊ പെണ്ണുങ്ങൾക്ക് മാത്രമെന്നല്ലേ പറഞ്ഞേ, അവർ പറഞ്ഞതുപോലെ പോകാനെന്ന് വെച്ചാൽ അങ്ങനെ വേണം, അല്ലാതെ അതിൽ കാര്യമില്ല. ആണുങ്ങൾക്ക് കിട്ടിയാൽ കുഴപ്പമൊന്നുമില്ല, അത് വേണ്ടാന്നല്ല അവർ അങ്ങനെയല്ലേ പറഞ്ഞിരിക്കണേ. പെണ്ണുങ്ങൾക്ക് ഉള്ളൂ, പിന്നെ ഇപ്പോൾ ആണുങ്ങൾക്ക് വേണം നമ്മളൊരു ഇത് പറയണ്ട. അപ്പം നമ്മുടെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഈ 15-20 രൂപയുടെ പോരാ, 70 കിലോമീറ്റർ അതിന് കിട്ടും. സർക്കാർ അത് നടപ്പിലാക്കുമോ? ആക്കുന്നല്ലേ പറയുന്നത്, ആക്കുന്നുള്ളൊരു വിശ്വാസം. അവർ പറഞ്ഞതെല്ലാം നടത്തിയിട്ട് നടത്തും എന്നുള്ളൊരു വിശ്വാസം. മലപ്പുറത്തും എറണാകുളത്തും ഇങ്ങനെ ഒരു പദ്ധതി ഇല്ലയെന്ന് കേൾക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതിനെ കുറിച്ചിട്ട് എന്താ പറയാനുള്ളത്? അവിടെയും കൂടെ വേണം, എല്ലാവർക്കും വേണ്ടേ, കിട്ടുകയാണെങ്കിൽ എല്ലാവർക്കും വേണം, ഇല്ലെങ്കിൽ വേണ്ട ആർക്കും. അതിപ്പോൾ മലപ്പുറത്തേക്ക് ഇല്ലാന്നല്ലോ പറയുന്നത്, ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അല്ല, സ്ത്രീകൾക്ക് മാത്രം വരുന്നതുകൊണ്ട് എന്തെങ്കിലും ബോയ്സിന് വരണമെന്ന് ഉള്ളൊരു അഭിപ്രായം ഉണ്ടായിരുന്ന കൊള്ളാം. കാരണം എല്ലാവർക്കും ഈക്വലായിട്ട് ജെൻഡർ ഈക്വാലിറ്റി വേണമല്ലോ, ഒരു സൈഡിലേക്ക് മാത്രമാകുമ്പോൾ അതൊരു ഇത്. സർക്കാർ നടപ്പിലാക്കുമോ? അങ്ങനെ തോന്നുന്നു. മേ ബി, അറിയില്ല. നല്ല അഭിപ്രായമാണ്. നല്ല അഭിപ്രായം. പക്ഷേ ഇത് ഗവൺമെൻറ് എങ്ങനെ മുന്നോട്ട് പോകുന്നുള്ള അറിയാൻ കഴിയില്ല. കുറച്ച് കഴിഞ്ഞാൽ സാമ്പത്തികം എങ്ങനെയാണ് പറയാൻ കഴിയില്ല, എത്രത്തോളം പോകുന്ന അറിയാൻ കഴിയില്ല. നല്ല കാര്യമാണ്, ഒന്നും അംഗീകരിക്കണുള്ളൂ. പിന്നെ അല്ല, അപ്പോൾ സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും അത് വേണമെന്നുള്ളൊരു അഭിപ്രായമൊന്നുമില്ല? ആദ്യം സ്ത്രീകൾക്ക് ചാല ആയിക്കോട്ടെ, അത് കൺഫേം ആയ ശേഷം നമുക്ക് മണം വെക്കാം, താല്പര്യമുണ്ട്. ഇതേനിപ്പോൾ നമ്മളൊരു ബഡ്ജറ്റ് എന്താണ് അവസ്ഥ പറയാൻ കഴിയില്ല എങ്ങനെയാണെന്നുള്ളത്. അതൊക്കെ നമുക്ക് പുരുഷന്മാർക്ക് വേണമെന്നാണ് എല്ലാവരും അഭിപ്രായം. ആരോട് ചോദിച്ചാലും എല്ലാവരും പറഞ്ഞ എന്താണ്, നമുക്ക് പുരുഷന്മാർക്ക് വേണമെന്നേ പറയുള്ളൂ. പക്ഷെ ഇപ്പം നമുക്ക് സ്ത്രീകൾക്ക് ആദ്യം കൊടുക്കുക, എന്നിട്ട് ഓക്കെ ആണെങ്കിൽ നമുക്ക് പുരുഷന്മാർക്ക് ആക്കാം. പുരുഷന്മാർ കൂടെ ആയിട്ടുണ്ടെങ്കിൽ രണ്ടും ഇല്ലാതായി പോകും. അപ്പോൾ ഒന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാമെന്നാണ്. സർക്കാർ അത് നടപ്പിലാക്കുമെന്ന് തോന്നുന്നു. നടപ്പിലാക്കുന്ന വാക്ക് തന്നുള്ള സാറേ, മുഖ്യമന്ത്രി സാറേ. പിന്നെ ആ വാക്കിനൊരു വാല്യൂ ഇല്ല, പിന്നെ വാക്കിന് വാല്യൂ കൽപ്പിക്കുന്ന ആളാണെന്നും സാറ്. അപ്പോൾ അത് നടപ്പിലാക്കുമെന്ന് തോന്നുന്നു. നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ സർക്കാരിന് എത്രത്തോളം നാശനഷ്ടം ഉണ്ടാവും? അത് പറയാൻ പറ്റില്ല, അത് ചാലു ഒരു മാസത്തിൽ തരാൻ കഴിയുള്ളൂ. അത്യാവശ്യം കോടി രൂപ വരുമാനം പോകുന്നുണ്ട് ഒരു മാസത്തിൽ, ഇതിൻ്റെ എക്സ്പെൻസ് വരുന്നുണ്ട്. എത്രത്തോളം പറയാൻ കഴിയില്ല, എത്രത്തോളം നീണ്ടു പോകുമെന്ന് പറയാൻ കഴിയില്ല. ഇതിപ്പോൾ ചിലപ്പോൾ നീണ്ടു പോകും. ഇപ്പോൾ തമിഴ്നാട് സർക്കാരിലൊക്കെ ഓൾറെഡി ഉണ്ടല്ലോ സ്ത്രീകൾക്ക്, കുറേ വർഷം മുന്നേ, 5 വർഷം മുന്നേ 10 വർഷം മുന്നേ തന്നെ ഉണ്ട് സ്ത്രീകൾക്ക്. പിന്നെ ബസ്സിലൂടെ യാത്ര ഫ്രീ ഉണ്ട്. നമ്മളൊക്കെ ചെന്നൈയിൽ വർക്ക് ചെയ്തതാണ്, അപ്പോൾ അവിടെയൊക്കെ ഫ്രീ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തുകൊണ്ട് അവർ തമ്മിലൊക്കെ സംസാരിച്ചിട്ടുണ്ടാവുമല്ലോ, അപ്പം മുന്നോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. വിജയിക്കട്ടെ. ഈ ഇങ്ങനെ ഒരു പദ്ധതി മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രൈവറ്റ് ബസ്സിന് അതിനെ ബാധിക്കാൻ സാധ്യത ഉണ്ടോ? തീർച്ചയായും ബാധിക്കും, സ്വാഭാവികം. അവർ സമരം നടത്താനും ചാൻസ് ഉണ്ട്, തീർച്ചയായും സാധിക്കും. ഓൾറെഡി ഇപ്പം പെണ്ണുങ്ങളും കൂടുതൽ പോണ അതിന് യാത്രക്കാരുണ്ടാവില്ല അതിൽ, അപ്പോൾ അത് തീർച്ചയായും ബാധിക്കും, ഉറപ്പാണ്. അത് മുന്നോട്ടുള്ള അവസ്ഥകൾ എന്താണെന്ന് അറിയാൻ കഴിയില്ല, പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് അറിയില്ല. അവർ ഈ സമരം നടത്താൻ ചാൻസ് ഉണ്ട്. എറണാകുളത്തും മലപ്പുറത്തും ഇങ്ങനെ ഒരു ഇത് ഒഴിവാക്കുകയാണ് എന്നുള്ളൊരു വന്നീന് വെച്ചാൽ ഇവിടെ KSRTC ബസ് സൗജന്യം ആവണില്ല എന്നുള്ളൊരു ന്യൂസ്. അപ്പോൾ അതിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്താ പറയുക? ഇത് നമ്മൾക്ക് നല്ല അഭിപ്രായമാണ്. എങ്ങനെ ഒഴിവാക്കാന്നുള്ള നല്ല തീരുമാനമില്ല. കാരണം എല്ലാവർക്കും ഇപ്പോൾ എൻ്റെ വീട്ടിൽ സ്ത്രീകളുണ്ട്, അവർ പോകണമെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ അതിനെ അനുകൂലിക്കുകയുള്ളൂ ചെയ്യുള്ളൂ. അപ്പോൾ അതിന് പ്രതികൂലിക്കാൻ അനുകൂലം ഉള്ളൂ. സ്ത്രീകൾ വരേണ്ടത്, സ്ത്രീകൾ വന്ന് ബസ് കയറി പോകണമെങ്കിൽ നമുക്ക് മലപ്പുറത്തും എറണാകുളത്തും പിന്നെ ഈ സൗജന്യ യാത്ര ഇല്ലാതെ ബാക്കി ജില്ലകളിലൊക്കെ ഉണ്ട്, ഇവിടെ മാത്രമേ ഇല്ല എന്നുള്ളൊരു ന്യൂസ് പറഞ്ഞിരുന്നു. അത് നല്ല അഭിപ്രായമല്ല. കാരണം ചെയ്യുമ്പോൾ എല്ലാവർക്കും ചെയ്യണം, അല്ലെങ്കിൽ ഇനി വേണ്ടെന്നാക്കണം. അത് ഓരോ ജില്ല വെച്ച് കണ്ട് അടിസ്ഥാനത്തിൽ ചെയ്യാൻ പാടില്ല, താരതമ്യം ചെയ്യാൻ പാടില്ല. ഇതെല്ലാവരും സ്ത്രീകൾക്ക് എല്ലാവരും അനുകൂലമൊക്കെ ഒരുപോലല്ലേ, തുല്യതായിട്ട് കാണണ്ടേ. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. നല്ലൊരു തീരുമാനമാണ്, ഞങ്ങൾക്ക് സുഖല്ലേ. ഏറ്റവും നല്ലത്, കാരണം പാവപ്പെട്ടവർ ഒത്തിരി പേരില്ലേ, അവർക്കൊക്കെ ഏറ്റവും നല്ലതല്ലത്. പിന്നെ വിദ്യാർത്ഥികൾക്കും വേണമെന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ, കാരണം അവർക്കും ഈ ബുദ്ധിമുട്ട് ഭയങ്കരമല്ലേ. അതുകൊണ്ട് പുരുഷന്മാർക്ക് വരണമെന്ന് അങ്ങനെ ഒരു പുരുഷന്മാർ നമ്മളെ ഈക്വലാണ് എല്ലാവരും. പക്ഷേ എന്താ കാട്ടുന്നത്, ഗവൺമെൻറ് പറയുന്നത് നമ്മൾ സ്വീകരിക്കണം, അത്രയും. ഗവൺമെൻറ് അത് നടപ്പിലാക്കും തോന്നുന്നു.
ആവാൻ സാധ്യതയുണ്ട്. നമുക്ക് മുഖ്യമന്ത്രിനെ ഒരു പ്രതീക്ഷകളുണ്ട്, അത്രയാണ്. അല്ല, ഇപ്പോൾ ഇന്നൊരു ന്യൂസ് ഉണ്ടായിരുന്നു, എറണാകുളത്തും മലപ്പുറത്തും അത് നടപ്പിലാക്കാൻ സാധ്യതയില്ലാതെ. അപ്പം അതിനെക്കുറിച്ച് എന്താ പറയുക? അതിപ്പം മുഖ്യമന്ത്രിക്ക് തന്നെ അറിയുള്ളൂ അതിനെപ്പറ്റി എന്താണെന്നുള്ള അഭിപ്രായം. നല്ലതാണെന്ന് തോന്നുന്നു. അല്ല, അപ്പോൾ അത് സ്ത്രീകൾക്ക് മാത്രം മതിയോ അതോ പുരുഷന്മാർക്കും വരണം എന്നുള്ളൊരു അഭിപ്രായം? മേ ബി അത് ഓരോരുത്തരുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് അങ്ങനെ കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു, എറണാകുളത്തും മലപ്പുറത്തും വരാൻ സാധ്യതയില്ല എന്നുള്ളൊരു ന്യൂസ് ഉണ്ടായിരുന്നു. അതിനെ കുറിച്ചിട്ട് എന്താ പറയുന്നത്? എല്ലാവർക്കും ഒരുപോലെ വരണം എന്നല്ലേ. സ്ത്രീകൾക്ക് കൊടുക്കുന്നതിന് എനിക്ക് നല്ലൊരു അഭിപ്രായം വ്യത്യാസമുണ്ട്. കാരണം അത് കൂടുതൽ കൊടുക്കേണ്ടി വരിക ഒന്നുകിൽ ഭിന്നശേഷിക്കാർക്കോ അല്ലാന്നുണ്ടെങ്കിൽ അതേപോലെ ഒരു 60 വയസ്സിന് മുകളിലോ അങ്ങനെ ഒരു വയ്യാത്ത ആൾക്കാർക്കല്ലേ കൊടുക്കേണ്ടത്. അപ്പോൾ സ്ത്രീകൾക്ക് എന്ന് പറഞ്ഞിട്ട് ശരിക്കും ജെൻഡർ ഇക്വാലിറ്റി ഒക്കെ പറയുന്ന ഈ ഒരു കാലത്ത് ശരിക്കും സ്ത്രീകൾക്ക് കൊടുക്കുന്നതിനോട് പൂർണ്ണമായിട്ട് യോജിക്കാൻ പറ്റില്ല. അല്ല, അപ്പോൾ അത് പുരുഷന്മാർക്കും ആണെന്നുള്ളൊരു ഇതുണ്ടോ അതോ ഭിന്നശേഷിക്കാർക്കും 60 വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രം മതി എന്നുള്ളതാണ്? അല്ല, പുരുഷന്മാർക്കത് സൗജന്യ യാത്ര കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിനോടില്ല. അതൊരു ഭിന്നശേഷിക്കാർക്ക് 60 വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രം മതി എന്നുള്ളൊരു അഭിപ്രായമാണ്. ഇപ്പോൾ മലപ്പുറത്തും എറണാകുളത്തും ഇത് വരുന്നില്ല എന്നുള്ളൊരു ന്യൂസ് കേട്ട് അതിനെ കുറിച്ചിട്ട് എന്താ അഭിപ്രായം? അത് എല്ലാ ജില്ലയിലും ആണെന്നാണോ? അത് എല്ലാ ജില്ലയിലും വേണ്ടേ. നമ്മൾ കേരളം എന്ന് പറഞ്ഞാൽ മലപ്പുറം എറണാകുളം ഒഴിവാക്കിയിട്ടുള്ളതല്ലല്ലോ, എല്ലാം കൂടി ഉൾപ്പെടുന്നുള്ള കേരളം. അപ്പോൾ നമുക്കൊരു സൗജന്യ യാത്ര ഗവൺമെൻറ് ചെയ്യുമ്പോൾ എല്ലായിടത്തും ഒരുപോലെ കൊടുക്കണം എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. ഇങ്ങനൊരു പദ്ധതി മുന്നോട്ട് വെക്കുന്ന സമയത്ത് സർക്കാരിന് നഷ്ടം വരാൻ സാധ്യതയുണ്ട്? സർക്കാരിന് ഒബ്വിയസ്ലി നഷ്ടം തന്നെ ആയിരിക്കുമല്ലോ. കാരണം ബസ്സിൽ ഇപ്പോൾ ഒരു കണക്ക് വന്നിട്ടുണ്ടായിരുന്നു, അതിൽ കൂടുതൽ യാത്രക്കാർ സ്ത്രീകളാണ് എന്നുള്ളൊരു തരത്തിലാണ് കണക്കുകൾ വന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും നഷ്ടം തന്നെയല്ലേ. വരുമാനം KSRTCയിൽ വരുമാനം കുറയാൻ സാധ്യതയുണ്ട്. പ്രൈവറ്റ് ബസ്സുകളെ ഇത് ബാധിക്കുമോ? പ്രൈവറ്റുകാരെ എന്തായാലും ബാധിക്കും. അവരിപ്പോൾ അതിനുള്ള സമരം പരിപാടികളിൽ നിന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ടല്ലോ. എന്തായാലും അവരും ബാധിക്കേണ്ടതാണത്. നല്ലൊരു അഭിപ്രായമാണ്. അഭിപ്രായമാണ്. സ്ത്രീകൾക്ക് മാത്രം പ്രഖ്യാപിച്ചതിന് എന്തെങ്കിലും ഇതുണ്ടോ? പുരുഷന്മാർക്കും വരണം എന്നുള്ളൊരു? അതുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെയല്ലേ യാത്ര ചെയ്യാനുള്ളത്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ കിട്ടിയാൽ കുഴപ്പമില്ല. പക്ഷെ ഇപ്പോൾ സ്ത്രീകൾക്ക് തന്നത് നല്ലൊരു തീരുമാനമാണ്. കാരണം ജോലിക്ക് പോകുന്നവർക്കും ഡെയിലി ജോലിക്ക് പോകുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അവർക്കൊക്കെ ഒരു നല്ലൊരു ഇതായി ഇപ്പോൾ ഈ ഒരു തീരുമാനം. സർക്കാർക്ക് ഇതിന് നാശനഷ്ടം വരാൻ സാധ്യത ഉണ്ടോ ഇങ്ങനെ ഒരു സൗജന്യയാത്ര കൊടുക്കണോണ്ട്? അത് ഉണ്ടാവുമായിരിക്കുമല്ലോ. കാരണം സ്ഥിരമായിട്ട് എന്നും പോകുമ്പോഴും ഒരുപാട് പൈസ നമുക്കിതിൽ ചിലവ് വരും. അത് ഉണ്ടാവുന്നതാണ്. സർക്കാർ ഇത് നടപ്പിലാക്കുമെന്ന് തോന്നുന്നുണ്ടോ? നടപ്പിലാക്കും, നടപ്പിലാക്കുന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് ചെയ്യാതിരിക്കില്ലല്ലോ. മലപ്പുറത്തും എറണാകുളത്തും ഇങ്ങനെ ഒരു ഇതില്ല എന്ന് പറഞ്ഞേക്കുന്നുണ്ട്. അതിനെ കുറിച്ചിട്ട് എന്താ പറയാനുള്ളത്? മലപ്പുറത്തും എറണാകുളത്തും ഇല്ലാച്ചാൽ പിന്നെ എവിടെ ഉണ്ടാവാൻ പാടില്ല. അതാണ് നമ്മുടെ അഭിപ്രായം. എല്ലായിടത്തും ഉണ്ടാവുകയാണെങ്കിൽ എല്ലായിടത്തും വേണം. മലപ്പുറം എറണാകുളം മാത്രം ഒഴിവാക്കിയിട്ട് പിന്നെ ഇതുണ്ടായിട്ട് കാര്യമില്ലല്ലോ. അവിടെ ഇവിടെ ഉള്ള ഒരു സ്ത്രീകളല്ലേ, മലപ്പുറത്തുള്ള എറണാകുളത്തുള്ള ഒരു സ്ത്രീകളല്ലേ, അപ്പോൾ അവർക്കും വേണം. ഇത് പ്രൈവറ്റ് ബസ്സിനെ ബാധിക്കുന്നുണ്ട് അങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ടെങ്കിൽ? അതുണ്ടാവും. കാരണം എല്ലാവരും ഫ്രീ ആയിട്ട് കിട്ടണല്ലേ ശരി, എല്ലാവരും KSRTCയിൽ പോകും. അപ്പോൾ പ്രൈവറ്റ് ബസ്സുകാർക്ക് ബാധിക്കും. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ മുഖ്യമന്ത്രി, അതിനെ കുറിച്ചിട്ട് എന്താ പറയാനുള്ളത്? അത് നല്ലൊരു ഇതല്ലോ. നമുക്ക് ഗേൾസിന് ഇപ്പോൾ എന്തായാലും എണ്ണയ്ക്ക് പെട്രോളിന് വില കൂടുകയാണ് ഓരോ ദിവസം കൂടുമ്പോഴും. അപ്പോൾ അത് നല്ലതല്ലേ എന്നാലോചിച്ച് നോക്കി. നമുക്ക് ഗേൾസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വയം അധ്വാനിച്ചിട്ട് ഉണ്ടാക്കുന്ന ഫാദേഴ്സിനോട് പൈസ ചോദിക്കേണ്ട ആവശ്യമില്ല. അതും നമുക്ക് സുഖമല്ലേ. ഈ ഗേൾസിന് മാത്രം വരുന്നതുകൊണ്ട് എന്തെങ്കിലും പറയാനുണ്ടോ? ബോയ്സിനും അതുപോലെ വരണം? ജെൻഡർ ഒരേപോലെ തന്നെയാണ്, എന്നാലും എല്ലാ ജെൻഡറും ഒരേപോലെ നിൽക്കുന്നത് നല്ലതാണ്. അത് ഗേൾസിനപ്പോൾ അവർ കൊടുത്തൊരു കുഴപ്പമൊന്നുമില്ല. ഈ പദ്ധതി വരുന്നതുകൊണ്ട് സർക്കാരിന് എന്തെങ്കിലും നഷ്ടം വരാൻ സാധ്യത? അതൊക്കെ അറിയില്ല, ഞാൻ സർക്കാരിലല്ലല്ലോ. നടപ്പിലാക്കും തോന്നുന്നുണ്ട് സർക്കാർ? തോന്നുന്നുണ്ട്. ഒരു ന്യൂസ് ഉണ്ടായിരുന്നല്ലോ, മലപ്പുറത്തും എറണാകുളത്തും വരാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞു കണ്ടുള്ളൂ. അതിനെ കുറിച്ചിട്ട് എന്താ പറയാനുള്ളത്? അതെന്താ പോപ്പുലേഷൻ മലപ്പുറം, നമ്മൾ കൂടുതൽ മലപ്പുറത്താണ് ആൾക്കാർ ബസ് യൂസ് ചെയ്യുന്നത്. എറണാകുളത്തും പിന്നെ ഈ ട്രാഫിക് കൊണ്ട് ആയിരിക്കും അത് രണ്ടിടത്തും ഒഴിവാക്കിയിട്ടുള്ളത്. അത് ഞാൻ കണ്ടിരുന്നു. സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര നൽകുന്നതിനെ കുറിച്ചിട്ട് ജനങ്ങൾക്ക് പല രീതിയിലുള്ള അഭിപ്രായങ്ങളാണ്. അനുകൂലവും പ്രതികൂലമായിട്ടും
ഭിന്നശേഷിക്കാർക്കും 60 വയസ്സിന് മുകളിലുള്ള ആളുകൾക്കും വരണമെന്നാണ് ജനങ്ങൾ അഭിപ്രായപ്പെടുന്നത്. ഇനി സർക്കാരിൻ്റെ തീരുമാനത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം.